സോയ വാക്സ്, ഷിയ ബട്ടർ, കോക്കനട്ട് ഓയിൽ, ആൽമണ്ട് ഓയിൽ, സാൻഡൽവുഡ് എസൻഷ്യൽ ഓയിൽ. ഒരു ക്യാൻഡിൽ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റാണ് ഞാൻ എഴുതി കൂട്ടിയത്. ക്യാൻഡിൽസിന് കുറേ ടൈപ്പ് ഓഫ് ക്യാൻഡിൽസ് ഉണ്ട് അല്ലേ. പില്ലർ ക്യാൻഡിൽസ്, വോട്ടീവ് ക്യാൻഡിൽസ്, ടേപ്പർ ക്യാൻഡിൽസ്, അതുപോലെ ടീ ലൈറ്റ് ക്യാൻഡിൽസ്, ഫ്ലോട്ടിംഗ് ക്യാൻഡിൽസ്, വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഡെക്കോർസിനൊക്കെ യൂസ് ചെയ്യുന്ന ക്യാൻഡിൽസ്. അങ്ങനെ ക്യാൻഡിൽസ് പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇന്നൊരു മസാജ് ഓയിൽ ക്യാൻഡിൽ ഉണ്ടാക്കാമെന്ന്. അതാകുമ്പോൾ കുറച്ച് വെറൈറ്റിയാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല മസാജ് ഓയിൽ ക്യാൻഡിൽസ് ഒന്നും. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ക്യാൻഡിൽ ഉണ്ടാക്കണേ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ മസാജ് ഓയിൽ ക്യാൻഡിൽസിന് തന്നെ പിടിക്കാമെന്ന്. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നറിഷ് ചെയ്യുന്ന ഒരു സെൻറ്റഡ് ആയിട്ടുള്ള മസാജ് ഓയിൽ ക്യാൻഡിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം വൈകാതെ ക്യാൻഡിൽ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ക്യാൻഡിൽ ഉണ്ടാക്കണേ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനും ചാൻസ് ഉണ്ട്. ബട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഞാൻ മേടിച്ച ആ ക്യാൻഡിൽ കിറ്റ് ഒന്ന് കാണിക്കാം. കിറ്റൊന്നുമല്ല, ആ കിറ്റ് ഞാൻ ഓൾറെഡി പൊട്ടിച്ചു. എന്നിട്ട് അതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഹോട്ട് പ്ലേറ്റ് ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ, ചെറുതാണെങ്കിൽ പോലും നമ്മൾ കിച്ചണിൻ്റെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണതായിരിക്കും നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഹോട്ട് പ്ലേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മുടെ കയ്യിലുള്ളത് നാച്ചുറൽ സോയ വാക്സ് ആണ്. അപ്പോൾ നമ്മുടെ ക്യാൻഡിലിന് എസെൻഷ്യലായിട്ടൊരു വാക്സ് വേണം. അപ്പോൾ വാക്സായി. നാച്ചുറൽ ഓർഗാനിക് ഷിയ ബട്ടർ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു നാച്ചുറൽ ഓർഗാനിക് ഷിയ ബട്ടർ ആണുള്ളത്. അപ്പോൾ വാക്സായി, ബട്ടറായി. ആൻഡ് ഓയിലിന് വേണ്ടിയിട്ട് ഞാനൊരു കോക്കനട്ട് ഓയിലാണ് എടുത്തേക്കണേ. പിന്നെ എൻ്റെ കയ്യിലൊരു ആൽമണ്ട് ഓയിലുണ്ട്, സ്വീറ്റ് ആൽമണ്ട് ഓയിലാണുള്ളത്. ദെൻ സാൻഡൽവുഡിൻ്റെ എസെൻഷ്യൽ ഓയിലുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കളേഴ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കളറൊക്കെ വെച്ചിട്ട് നല്ലൊരു ക്യാൻഡിൽ, വൈബ്രൻ്റ് ആയിട്ട് തോന്നിക്കുന്ന ഒരു ക്യാൻഡിൽ ഉണ്ടാക്കണം എന്നായിരുന്നു ആഗ്രഹം. നമ്മുടെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മസാജ് ക്യാൻഡിലാണ് നമ്മൾ ഉണ്ടാക്കണമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ കളേഴ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യണമായിരിക്കും നല്ലത്. അപ്പം ഞാനിപ്പോൾ കളേഴ്സ് യൂസ് ചെയ്യുന്നില്ല. കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിത് സക്സസ് ആവുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ക്യാൻഡിൽസൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കും, കളേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട്. ഓക്കെ, ദെൻ ഒരു ചെറിയ ഒരു ബാലൻസ് ഉണ്ട്. അപ്പോൾ ഈ ബാലൻസിലാണ് നമ്മൾ മെഷറൊക്കെ ചെയ്തിട്ട്, ഇപ്പോൾ ഇത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 പാത്രങ്ങളാണ്. ഓക്കെ, ദെൻ വാട്ട് എൽസ്. ഇനി എൻ്റെ കയ്യിൽ കുറച്ച് വിക്ക് എന്നാണ് ഇതിനെ പറയണേ. അപ്പം നമ്മുടെ ക്യാൻഡിലിൻ്റെ ഉള്ളിൽ നമ്മൾ വെക്കാനുള്ള ഒരു തിരിയാണിത്. അപ്പം ആ തിരി ഫിക്സ് ചെയ്യാനുള്ള ഒരു സാധനം കൂടി ഉണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ്. ഇത് 3ഉം നമ്മൾ ഈ തിരി ഫിക്സ് ചെയ്യണ സംഭവങ്ങളാണ്. അപ്പം ഞാൻ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മുടെ തിരി. ഇത് ഞാൻ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് അപ്പം ഇതൊരു ഡബിൾ ടേപ്പ് സെല്ലോ ടേപ്പ് പോലെയാണ്. ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിൽ ഒട്ടിച്ചു വയ്ക്കുക. എന്നിട്ട് ഇതിനെ ഇറക്കി വെച്ചതിന് ശേഷം ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഓയിലും നമ്മുടെ ആ ഒരു മിക്സ് നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ അനങ്ങി പോകുന്നില്ല. ഓക്കെ, ഞാൻ മാറ്റി വയ്ക്കാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് പതുക്കെ ഫോമുലേറ്റ് ചെയ്യാം. ഡ്രോപ്പറൊക്കെ ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സാൻഡൽവുഡ് എസെൻഷ്യൽ ഓയിൽ. ആൽമണ്ട് ഓയിൽ ഓക്കെ. കോക്കനട്ട് ഓയിൽ ഞാൻ പൊട്ടിച്ചിട്ടൊന്നുമില്ല. കോക്കനട്ട് ഓയിൽ നമുക്ക് പൊട്ടിക്കാം.
നമ്മുടെ നാച്ചുറൽ സോയാ വാക്സ് ഞാൻ 500 ഗ്രാമാണ് മേടിച്ചിരിക്കുന്നത്. ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഓർഡർ ചെയ്തത് അലി എക്സ്പ്രസ്സിൽ നിന്നായിരുന്നു. അലി എക്സ്പ്രസ് ഇത് എത്രമാത്രം ക്വാളിറ്റി ഉണ്ട്, എത്ര ഇൻഗ്രീഡിയൻസ് ഒന്നും കുഴപ്പമില്ല. ബട്ട് ഞാൻ ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ചത് എത്രമാത്രം ലോങ് ലാസ്റ്റിംഗ് ചെയ്യുമെന്നുള്ളത് സംശയമാണ്. ബട്ട് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ഓർഗാനിക് അൺറിഫൈൻഡ് ഷിയ ബട്ടറാണ്. ഓക്കെ, ഇപ്പോൾ നമുക്കിപ്പോൾ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാണ്. അപ്പം ഞാൻ മെഷർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പാത്രം യൂസ് ചെയ്യും. നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിത് ഓണാക്കിയിട്ടുണ്ട്. ദെൻ നമുക്കിത് ടയർ ചെയ്യാം. ഓക്കെ, 0 ആയിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാച്ചുറൽ സോയാബീൻ വാക്സ് ആണ്. സോയാ വാക്സ് 20 ഗ്രാമാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 0 ആണ് കാണിക്കുന്നത്. 20 ഗ്രാം നമുക്ക് ആഡ് ചെയ്യാം. 16 ഗ്രാമായി. ഓക്കെ, 19.5, 20 ആയിട്ടുണ്ട്. നമുക്ക് ബട്ടറാണ് ആഡ് ചെയ്യേണ്ടത്. ഇത് ടയർ ചെയ്ത് കൊടുക്കാം. ഷിയ ബട്ടർ 15 ഗ്രാമാണ് വേണ്ടത്. ഷിയ ബട്ടർ ആഡ് ചെയ്തു ആൻഡ് ടയർ ചെയ്യാം. ആൻഡ് ദെൻ വി ക്യാൻ ആഡ് സം കോക്കനട്ട് ഓയിൽ. 10 ഗ്രാം കോക്കനട്ട് ഓയിലാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, കോക്കനട്ട് ഓയിലൊക്കെ ഇവിടെ ഭയങ്കര കട്ടായിട്ടാണ് എപ്പോഴും ഇരിക്കുള്ളൂ. ഓക്കെ, കറക്റ്റ് 10 ഗ്രാം ആയിട്ടുണ്ട്. ആൽമണ്ട് ഓയിലാണ്. ആൽമണ്ട് ഓയിൽ ടയർ ചെയ്തു. നമുക്ക് 5 ഗ്രാം മതി ആൽമണ്ട് ഓയിൽ. അപ്പം ഞാൻ കുറച്ച് ആഡ് ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ എസെൻഷ്യൽ ഓയിലാണ്. എസെൻഷ്യൽ ഓയിൽ നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്യാൻ പാടില്ല. നമുക്ക് ഈ ബട്ടറും ബാക്കി നമ്മളിപ്പോൾ ആഡ് ചെയ്തതൊക്കെ എല്ലാ ഓയിൽസും കാര്യങ്ങളൊക്കെ മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹോട്ട് പ്ലേറ്റ് ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, അതിനകത്തോട്ട് വെള്ളം വെക്കുന്നുണ്ട്. അത് ഞാനിവിടെ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഫുള്ളായിട്ട് മെൽറ്റ് ആവാനും ബ്ലെൻഡ് ആവാനും മിക്സ്ചർ നമ്മൾ ഹീറ്റ് ചെയ്യേണ്ടത് ഒരു 70 to 75 ഡിഗ്രി സെൽഷ്യസിലാണ്. സോയ വാക്സ് ഒരു അപ്രോക്സിമേറ്റ്ലി 70 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴേക്കും മെൽറ്റ് ആവും. ആൻഡ് ഷിയ ബട്ടർ മെൽറ്റ് ചെയ്യുന്നത് ഒരു അപ്രോക്സിമേറ്റ്ലി 35 to 43 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. ആൻഡ് എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യേണ്ടത് ഒരു 55 to 60 ഡിഗ്രി സെൽഷ്യസിലാണ്. ഫ്രാഗ്രൻസ് ക്വാളിറ്റി പ്രിസർവ് ചെയ്യാനും ഇവാപ്പറേഷൻ അവോയ്ഡ് ചെയ്യാനും ഐഡിയൽ ആയിട്ടുള്ളൊരു ടെമ്പറേച്ചറാണിത്. ഒരു 5 മിനിറ്റ്സും കൂടി നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹണിയുടെയൊക്കെ ഒരു തിക്കിൽ വരും. ഇതിപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കംപ്ലീറ്റ് കട്ടയാവാനും പാടില്ല. ചെറിയൊരു തിക്നെസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ ഒരു വെള്ളം പോലെ ആയിരുന്നു. അപ്പം യെസ്, നമുക്കിത് ഒഴിക്കാം. ഇത് ചൂടൊന്നുമില്ല, അത് തണുത്തു. ഒരുപാടല്ല, ബട്ട് ചെറിയൊരു ചൂടുണ്ട്. ആൻഡ് ഇതിനെ കറക്റ്റ് ഒരു സെൻറ്ററിലോട്ടാക്കാം. സെൻറ്ററിലായിട്ട് നമുക്ക് പൊടിക്കാം. അപ്പോൾ നമ്മുടെ 50 ഗ്രാം സെൻറ്റഡ് മസാജ് ഓയിൽ ക്യാൻഡിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഞാൻ ചെറിയൊരു ബോട്ടിലൊരു ജാർ എടുത്താൽ മതിയായിരുന്നു, പക്ഷേ ഇത് കുറച്ച് വലുതായിപ്പോയി. അപ്പോൾ നമുക്കിത് പതുക്കെ എടുക്കാം. കുറച്ച് സമയം കൂടെ വേണമെങ്കിൽ വയ്ക്കാം. എൻ്റെ ക്ഷമ നശിച്ചുകൊണ്ട് ചൂടൊന്നുമില്ല, ബട്ട് എന്നാലും നമുക്ക് കുറച്ച് സമയം കൂടെ വയ്ക്കാം. ഇത്രയും ഇത് വേണ്ട. അപ്പോൾ ഞാൻ ഇതിങ്ങനെ കട്ട് ചെയ്യാൻ പോവാണേ. നല്ല മണമൊക്കെ ഉണ്ട്. എന്തായാലും ഞാനിതെന്തായാലും കത്തിക്കാൻ പോവാണ്. ഓക്കെ, അപ്പം ഞാനിങ്ങനെ കത്തിക്കാൻ പോവാണ്.
ഓക്കെ, അപ്പോൾ എൻ്റെ ക്യാൻഡിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പതുക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യെസ് ക്യാൻ സീ ചെറിയൊരു ചൂടിൽ നമുക്കിവിടെ ഓയിൽ കിട്ടി. ഓക്കെ, ഒഴിച്ചപ്പോൾ ഒക്കെ കുളമായി, എന്നാലും സാരമില്ല. ഇത് ഭയങ്കര നറിഷിങ് ആയിട്ടുള്ള ബട്ടറും നമ്മുടെ ഷിയ ബട്ടറും അതുപോലെ ആൽമണ്ട് ഓയിലും കോക്കനട്ട് ഓയിലും ഒക്കെ നല്ല അടിപൊളിയാണ് നമ്മുടെ സ്കിന്ന് നല്ല സൂത്തനിങ് ആയിട്ട് ഇരിക്കാനും സ്കിന്ന് നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ട് എപ്പോഴും വെക്കാനും ഒക്കെ നല്ലതാണ്. ഇങ്ങനെ മസാജ് ചെയ്യാനും ഒക്കെ നമുക്ക് ഇങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ടൊന്ന് മസാജൊക്കെ ചെയ്യണം. ക്യാൻഡിലൊക്കെ കത്തിച്ചൊന്ന് ഒരു എസ്തെറ്റിക്സ് ഒക്കെ പിടിച്ചിങ്ങനെ ഇരിക്കണം, അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓയിലാണ്. കുറച്ച് പാളിച്ചകളൊക്കെ വന്നെങ്കിലും ഇത് ഭയങ്കര എളുപ്പമാണെന്ന് മനസ്സിലായി. അപ്പം ഞാൻ ഇനിയും കുറേ ക്യാൻഡിൽസൊക്കെ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഭയങ്കര എളുപ്പമാണല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണണം നമുക്ക്. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ, ടേക്ക് കെയർ.